ദുരൂഹ സാഹചര്യത്തിൽ 3 സ്ത്രീകളെ കാണാതായ കേസിൽ തുമ്പ് തേടിയ അന്വേഷണം പുരോഗമിക്കുകയാണ്. പല വിധത്തിലുള്ള സംശയങ്ങളാണ് ഈ തിരോധാനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്നത്. പ്രതി സെബാസ്റ്റ്യൻ കസ്റ്റഡിയിലുണ്ടെങ്കിലും ചോദ്യം ചെയ്യലുകളിൽ സഹകരിക്കാതെ പ്രതിരോധം തീർത്തിരിക്കുകയാണെന്നാണ് വിവരം. ഈ ഒരു സാഹചര്യത്തിലാണ് കൊല ചെയ്യപ്പെട്ടെന്ന നിഗമനത്തിലെത്തിയ സ്ത്രീകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള നീക്കം. ജൈനമ്മയെ കൊലപ്പെടുത്തിയതായി സെബാസ്റ്റ്യനിൽ നിന്ന് സൂചന കിട്ടിയെങ്കിലും ബിന്ദു പത്മനാഭന്റെയും ഹൈറുമ എന്ന ആയിഷയുടെയും തിരോധാനത്തിൽ ഒരു തുമ്പും കിട്ടിയിട്ടില്ല. 2 തവണ തിരച്ചിൽ നടത്തിയ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ മൂടിയ നിലയിൽ ഒരു കിണർ കൂടിയുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഉപയോഗമില്ലാതെ കിടന്നിരുന്ന കിണർ 3 വർഷം മുൻപ് മൂടിയെന്ന് സെബാസ്റ്റ്യനിൽ നിന്ന് ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിൽ കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അടുത്ത ദിവസം ഇത് തുറന്നു പരിശോധിക്കാനാകുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. സഹോദരന്റെ പേരിൽ നഗരത്തിലുള്ള കാട് പിടിച്ചു കിടക്കുന്ന പുരയിടത്തിലും തിരച്ചിൽ ഉണ്ടാകും. ആയിഷ കേസിൽ കൂട്ടുകാരികളായ 3 സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. ആയിഷയുമായി അടുപ്പമുണ്ടായിരുന്ന റോസമ്മ, ലൈല, സുജാത എന്നിവരുടെ മൊഴികൾ നിർണായകമാകുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിൽ 2 പേരെ പ്രാഥമികമായി ചോദ്യം ചെയ്തു. 3-ാമത്തെയാൾ ജില്ലയ്ക്ക് പുറത്തായതിനാൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രാഥമിക മൊഴിയെടുപ്പിന് ശേഷം ആവശ്യമെങ്കിൽ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തുമെന്നാണ് വിവരം. DNA പരിശോധനാ ഫലം എത്തിയാൽ മാത്രമേ 3 കേസുകളുടെയും വ്യക്തമായ ഗതി നിർണ്ണയിക്കാനാവുകയുള്ളൂ. അന്വേഷണത്തിന്റെ ഭാഗമായി സെബാസ്റ്റ്യന്റെ സ്വത്ത് വിവരങ്ങളും ഭൂമി ഇടപാടുകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഇയാൾക്ക് സ്വന്തം പേരിലും ബെനാമി പേരുകളിലും എവിടെയെല്ലാം സ്വത്തുക്കൾ ഉണ്ടെന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. വസ്തു ഇടനിലക്കാരനായ സെബാസ്റ്റ്യൻ കഴിഞ്ഞ 20 വർഷത്തിനിടെ നടത്തിയ ഭൂമി ഇടപാടുകളുടെ വിവരവും ശേഖരിക്കുന്നുണ്ട്. കാണാതായ 3 സ്ത്രീകളും കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് പോലീസിന്റെ നിഗമനം. അതേസമയം സെബാസ്റ്റ്യൻ ജൈനമ്മയുടെ സ്വർണം പണയം വെച്ചു കിട്ടിയ പണം ഉപയോഗിച്ചുകൊണ്ട് ഫ്രിഡ്ജ് വാങ്ങിയതായി അന്വേഷണ സംഘം കണ്ടെത്തി. ജൈനമ്മയെ കാണാതായ 2024 ഡിസംബർ 23 രാത്രിയിലാണ് ചേർത്തലയിലുള്ള കടയിൽ നിന്ന് ഫ്രിഡ്ജ് വാങ്ങിയത്. ഫ്രിഡ്ജ് ഏറ്റുമാനൂരിലുള്ള സെബാസ്റ്റ്യന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കണ്ടെത്തി. അതേസമയം ഭാര്യയെയും ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ഇവർ കൂടുതൽ കാര്യങ്ങളിൽ ഒരു വെളിപ്പെടുത്തലും നടത്തിയിട്ടില്ല. സെബാസ്റ്റ്യനൊപ്പം നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സെബാസ്റ്റ്യന്റെ മകളും ഭാര്യയും ഏറ്റുമാനൂരിലുള്ള വീട്ടിലാണ്. ഇവിടെ നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്ന് പേഴ്സും അതുപോലെ തന്നെ കന്നാസും ഒക്കെ കണ്ടെത്തിയിരുന്നു. ചോരക്കറയും കണ്ടിരുന്നു. എന്തായാലും ഇലന്തൂർ നരബലി പോലെ ഒരു സംഭവമാണോ ഇവിടെ നടന്നത് എന്ന സംശയം പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട്. അതുകൂടി ഇവിടെ പരിശോധിച്ച് നിർണയിക്കാനാണ് സാധ്യത. എന്തായാലും ഇപ്പോഴും സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.